ഗുജറാത്ത് കലാപം, അതിന് തൊട്ടുമുമ്പായി നടന്ന ഗോധ്ര സംഭവം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, അവ്യക്തതകൾ നമുക്ക് ചുറ്റിലും ചർച്ചകളിൽ കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗോധ്ര സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെറേറ്റീവുകൾ, അതിൻ്റെ തെളിവുകൾ എന്താണ് എന്ന് പരിശോധിക്കുക, ആ ഒരു സ്റ്റോറി അൺമാസ്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ വിവിധ ഓപ്പറേഷനുകളിലൂടെ, അതുപോലെ തന്നെ വിവിധ റിപ്പോർട്ടുകളിൽ കാണുന്ന സാക്ഷി വിസ്താരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ആ ഒരു സംഭവത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുക എന്നുള്ളതിനപ്പുറത്ത് തെളിവുകൾ എന്താണോ പറയുന്നത് അത് വിശദീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അത് അവ്യക്തതകൾ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു പോകാനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, എവിടെയാണോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് അത് അഭിപ്രായ വ്യത്യാസങ്ങളായി തന്നെ പറയുകയും അതിൻ്റെ തെളിവുകൾ എന്താണ് എന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെ റെഫർ ചെയ്തിരിക്കുന്നത് ഒന്ന് നാനാവതി മെഹ്ത കമ്മീഷൻ, അതുപോലെ തന്നെ ബാനർജി കമ്മീഷൻ, അതുപോലെ തന്നെ കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണൽ അതിൻ്റെ രേഖ, അതുപോലെ തന്നെ തെഹൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ, ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ വി ഹാവ് നോ ഓർഡേഴ്സ് ടു സേവ് യു എന്നുള്ള ആ രേഖകൾ, അതുപോലെ തന്നെ ജ്യോതി പിൻവാലിയുടെ ആ സാക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ടെസ്റ്റിമോണിയലുകൾ, ഇതാണ് നമ്മളിതിനെ ആധാരമാക്കി എടുത്തിരിക്കുന്നത്. നമുക്കേതായാലും ഈ ഒരു സംഭവത്തിലേക്ക്, എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ഈ ഒരു സംഭവം നടക്കുന്നത് കാണാൻ സാധിക്കുന്നത് 2002 ഫെബ്രുവരി 25 VHPയുടെ പൂർണ്ണഹുതി മഹായജ്ഞം കഴിഞ്ഞ് മടങ്ങുന്നവരുൾപ്പെടെയുള്ള 2000-ഓളം പേരുമായി സബർമതി എക്സ്പ്രസ് അഹമ്മദാബാദിലേക്ക് തിരിക്കുന്ന ആ ഒരു യാത്രയുടെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഒരു രാമ ജന്മഭൂമിയാണെന്നും അവിടെ ഒരു മന്ദിർ നിർമ്മിക്കണം എന്നുമുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മഹായജ്ഞം, അതിലേക്ക് പങ്കെടുക്കാൻ പോയിട്ടുള്ള കർഷകരും അവരുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ വിവിധ വിശ്വാസികളും അടങ്ങുന്ന വലിയൊരു വിഭാഗം അവിടേക്ക് എത്തുകയും അവർ തിരിച്ചു മടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ട്രെയിനിൽ അവർ മാത്രമല്ല ഉള്ളത്, പക്ഷേ 1100-ഓളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഈ ഒരു ട്രെയിനിൽ ഏകദേശം 2000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അത്രയും പാക്ഡ് ആയിട്ടായിരുന്നു ഈ ഒരു ട്രെയിൻ യാത്ര തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ യാത്ര നമ്മളിങ്ങനെ തുടരുകയാണ്. ആ യാത്ര അവർ തുടങ്ങിയതിന് ശേഷം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വഴിയിലുടനീളം അവർ വിവിധ സ്റ്റേഷനുകളിൽ ഇറങ്ങുകയും സ്റ്റേഷനുകളിലുള്ള മുസ്ലിം കച്ചവടക്കാരെയും അതുപോലെ തന്നെ മുസ്ലിം ആണെന്ന് തോന്നുന്ന ആളുകളെയും എല്ലാം ആക്രമിക്കുകയും അതുപോലെ തന്നെ അവരോട് പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് ആ രേഖകളിൽ കാണാൻ സാധിക്കും. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോവുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് കശ്മീർ വേണോ, നിങ്ങളെ ഞങ്ങൾ കീറിമുറിക്കും, അതുപോലെ തന്നെ അങ്ങനെയുള്ള അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കിയതായിട്ടൊക്കെ നമുക്ക് രേഖകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, രുദൌലി അതുപോലെ തന്നെ ദരിയാബാദ് പോലെയുള്ള സ്റ്റേഷനുകളിൽ വെച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള മുസ്ലിം യാത്രക്കാരെ അടക്കം ഇവർ ഉപദ്രവിച്ചതായിട്ടും നമുക്ക് രേഖകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ഫെബ്രുവരി 25 പ്രസിദ്ധീകരിച്ച ജൻമോർച്ചയിൽ ഒരു റിപ്പോർട്ടടക്കം നമുക്ക് കാണാൻ സാധിക്കും. രുദൌലി സ്റ്റേഷനിൽ കർസേവകർ മുസ്ലിങ്ങളെ ജയ് ശ്രീരാം വിളിക്കാൻ നിർബന്ധിച്ചതായും താടിക്ക് പിടിച്ച് വലിച്ചതായും തൃശൂലം കൊണ്ട് ഉപദ്രവിച്ചതായുള്ള റിപ്പോർട്ടുകൾ ആ സമയത്ത്, അതായത് ഈ ഒരു ഗോധ്ര സംഭവം നടക്കുന്നത് ഫെബ്രുവരി 27 ഫെബ്രുവരി 25 പുറത്തിറങ്ങിയിട്ടുള്ള ജൻമോർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ട്രെയിൻ യാത്രക്കിടെ ഇവർ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളടക്കം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ രുദൌലി സ്റ്റേഷനിലടക്കം ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളും അക്രമങ്ങളും ഉണ്ടായപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതിനെ എതിർത്തു എങ്കിലും അവിടെ പോലീസോ അല്ലെങ്കിൽ റെയിൽവേ അധികൃതരോ എന്തെങ്കിലും നടപടി എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഈ പ്രദേശങ്ങളിലുള്ള മുസ്ലിം നേതാക്കൾ പ്രതികാരം ചെയ്യരുത് എന്ന് ആഹ്വാനം ചെയ്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ആ ഒരു യാത്രയുടെ തുടക്കത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ യാത്ര തുടർന്നു വരികയാണ്. ഉടനീളം ഇത്തരത്തിലുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ യാത്ര അവസാനം ഫെബ്രുവരി 27 രാവിലെ 7:30 3 മണിക്കൂർ അല്ലെങ്കിൽ ഏകദേശം 5 മണിക്കൂർ, 3-നും 5-നും മണിക്കൂർ വൈകി ഓടിയ രൂപത്തിൽ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. ഇതോടുകൂടിയാണ് നമ്മുടെ സംഭവത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഗോധ്ര സ്റ്റേഷനിൽ ഫെബ്രുവരി 27 രാവിലെ ഏകദേശം 7:30. പല റിപ്പോർട്ടുകളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സമയമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 7:30 ഗോധ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലും മറ്റ് സ്റ്റേഷനുകളിലൊക്കെ പോലെ തന്നെ ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നതായാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽപ്പെട്ട അവിടെയുള്ള കച്ചവടക്കാരെ വലിച്ചതായിട്ടും അതുപോലെ തന്നെ അവരെ ഉപദ്രവിച്ചതായിട്ടോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായ
ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെ അപ്പുറത്ത് ഗോദ്ര സ്റ്റേഷനിൽ വെച്ച് ഒരു മുസ്ലിം പെൺകുട്ടിയെ കർസേവകർ ഉപദ്രവിക്കുക, പിന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് ഉപദ്രവിക്കുക പോലെയുള്ള സംഭവങ്ങളും അരങ്ങേറിയതായി നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല അവളെ ട്രെയിനിലേക്ക് കയറ്റാൻ ശ്രമിച്ചതായിട്ടും ചില റിപ്പോർട്ടുകളുണ്ട്. ഈ കുട്ടിയുടെ പേര് 17-കാരിയായ സോഫിയ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടെസ്റ്റിമോണിയൽ ജ്യോതി പൊൻവാലിയുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ ആ ഒരു ഗോദ്ര സ്റ്റേഷനിലും സംഭവിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചതോടുകൂടി അവിടെ ഒരു മുസ്ലിംകളും ഇവിടെയുള്ള കർഷകരും തമ്മിൽ ചില ഉരസലുകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില തർക്കങ്ങളും ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തർക്കങ്ങൾക്കിടയിൽ റെയിൽവേ ബ്രിഡ്ജിന് മുകളിൽ 2 താടി വെച്ച ബോറ മുസ്ലിങ്ങളെ കണ്ട ചില കർഷകർ മുല്ലാക്കി മാരോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കാൻ അങ്ങോട്ടേക്ക് ഓടിയെടുക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഈ ട്രെയിൻ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 2 മുസ്ലിം തൊപ്പി ധരിച്ച 2 ആൾക്കാരെ താടി വെച്ച 2 ആളുകളെ കണ്ടപ്പോൾ മുല്ലാക്കി മാരോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ ട്രെയിൻ നീങ്ങിത്തുടങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ട്രെയിൻ നീങ്ങിത്തുടങ്ങുന്നു. പക്ഷേ ഒരുപാട് കർഷകർ പുറത്താണുള്ളത്. ഈ പുറത്തുള്ള ആളുകളെ തിരിച്ച് കയറ്റാനായിരിക്കാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെയിൻ വലിക്കുകയും ട്രെയിൻ നിർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെയിൻ വലിച്ചു, ട്രെയിൻ നിന്നു, ഈ പുറത്തുള്ള കർഷകർ ട്രെയിനിലേക്ക് അകത്തേക്ക് കയറി. ഇപ്പോഴും ട്രെയിൻ സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണുള്ളത്. ഏകദേശം രാവിലെ 7:47-നും 48-നും ഇടയിലാണ് ചെയിൻ വലിച്ചു നിർത്തുന്നതും അവിടെ ബാക്കിയുള്ളവർ കയറി അതിൻ്റെ യാത്ര തുടരുന്നതും. അങ്ങനെ ഒന്നാമത്തെ ചെയിൻ വലിച്ചു നിർത്തി അവർ യാത്ര തുടർന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ട്രെയിൻ ഒന്നാമതൊന്ന് നിർന്നപ്പോൾ അപ്പോഴേക്കും ഈ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റൂമറുകൾ പടർന്നിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു സോഫിയ ഷെയ്ഖ് എന്ന ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതായിട്ടും അവളെ ട്രെയിനിലേക്ക് വലിച്ചു കൊണ്ടുപോയതായിട്ടൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രചാരണങ്ങൾ നടന്നു. സ്റ്റേഷനിൽ വെച്ച് ഒരു മുസ്ലിം പെൺകുട്ടിയെ കർസേവകർ ട്രെയിനിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് ചില വാർത്തകൾ പടരുകയാണ്. ആ സമയമാകുമ്പോഴേക്ക് വാർത്ത പടരുകയും ഒരുപാട് ഏകദേശം 10-15ഓളം മുസ്ലിങ്ങളായ ആളുകൾ അവിടേക്ക് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. മുസ്ലിം പെൺകുട്ടിയെ ട്രെയിനിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് കേട്ടുകൊണ്ടാണ് അവരെത്തുന്നത്. ഇങ്ങനെ അവർ ട്രെയിനിൽ തട്ടിക്കൊണ്ടു പോകുന്നു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതിഷേധിക്കുകയും ട്രെയിനിനെതിരെ കല്ലേറ് നടത്തുകയും ചെയ്തതായി നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഈ സമയത്ത് S6 എന്ന് പറയുന്ന കോച്ച് അവർ ഈ പാർസൽ ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ്റെ പാർസൽ ഓഫീസിന് സമീപമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് കൂടുതലായിട്ട് കല്ലേറുകൾ വന്നിരുന്നത്. അതോടുകൂടി പുറത്തു നിന്ന് കല്ലേറ് വരുന്ന ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഷട്ടറുകളും അതുപോലെ തന്നെ ഡോറുകളും എല്ലാം അടച്ചതിന് ശേഷമായിരുന്നു പിന്നീട് ട്രെയിൻ യാത്ര തുടരുന്നത്. ആ സമയമായപ്പോഴേക്കും തന്നെ ട്രെയിൻ എടുത്തു, യാത്ര തുടർന്നു. അങ്ങനെ ഒന്നാമത്തെ ചെയിൻ വലിച്ചു, അവിടെ നിന്നു. കുറച്ച് കല്ലേറ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന റൂമർ കേട്ട് വന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ചില കല്ലേറ് തിരിച്ചും ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചും ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും ആ രൂപത്തിൽ ഷട്ടറുകളടക്കം ഇട്ടുകൊണ്ട് അതിൻ്റെ യാത്ര പിന്നീടും തുടരുകയാണ്. ഇങ്ങനെ ട്രെയിൻ വീണ്ടും നീങ്ങി. അങ്ങനെ ഏകദേശം 1 കിലോമീറ്ററോളം മുന്നോട്ട് നീങ്ങിയ ശേഷം സിഗ്നൽ ഫാലിയ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് വീണ്ടും ട്രെയിന് നിൽക്കുന്നത്. ഈ നിന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം നേരത്തെ അതിൻ്റെ പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചില റിപ്പോർട്ടുകൾ പറയുന്നത് 5 കമ്പാർട്ട്മെൻറ്റുകളിൽ നിന്നാണ് നേരത്തെ 7:47-ന് 5 കമ്പാർട്ട്മെൻറ്റുകളിൽ നിന്നാണ് ചെയിൻ വലിച്ചത്. അതിൽ ഒരു കമ്പാർട്ട്മെൻറ്റിലുള്ളത് റീസെറ്റ് ചെയ്തിരുന്നില്ല. അത് വീണ്ടും വീണതുകൊണ്ടാണ്, അതിൻ്റെ കാര്യം വീണതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് റീസെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് വീണ്ടും നിന്നത് എന്നുള്ള അഭിപ്രായവും അല്ല എന്നുള്ള അഭിപ്രായവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും എന്തോ കാരണം കൊണ്ട് വീണ്ടും ഒരു കിലോമീറ്ററോളം നീങ്ങിയ ട്രെയിൻ സിഗ്നൽ ഫാലിയ എന്ന സ്ഥലത്തിനടുത്ത് വെച്ച് അവിടെ നിൽക്കുകയാണ്. ഈ സിഗ്നൽ ഫാലിയ എന്ന് പറയുന്ന സ്ഥലത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. കാരണം ഈ സ്ഥലം ഗഞ്ചി മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നു. പക്ഷേ അല്ലെങ്കിൽ നിന്നതിന് ശേഷമാണോ അല്ല അതിന് തൊട്ടു മുമ്പാണോ എന്ന് വ്യക്തമല്ലെങ്കിലും S6 കോച്ചിൽ നിന്നും ചെറുതായി തീ കാണപ്പെടാൻ തുടങ്ങുകയാണ്. ഇതാണ് സംഭവത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അങ്ങനെ രാവിലെ 8:20 ആകുമ്പോഴേക്ക് ഈ S6 ബോഗിക്ക് തീ പിടിക്കുകയും 26 സ്ത്രീകളും 12 കുട്ടികളും 20 പുരുഷന്മാരും ഉൾപ്പെടെ 59 പേർ വെന്തു മരിക്കുന്ന വളരെ പ്രയാസകരമായ ഒരു സംഭവം അവിടെ ഉണ്ടാവുകയാണ്. ഏകദേശം 48 പേർക്ക് പരിക്കേറ്റു. നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ബോഗിയിൽ ഇത്ര ആളുകൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു. പക്ഷേ 59ഓളം ആളുകൾ വെന്തു മരിക്കുന്ന ഒരു
വളരെ ദയനീയമായൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഷട്ടറും ഡോറും അടക്കം ക്ലോസ് ചെയ്തിട്ടായിരുന്നു ഇത് യാത്ര ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക്, കാരണം അവിടെ ഉള്ളിൽ പുക ശ്വസിച്ചുകൊണ്ടാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ ഈ രൂപത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാവുകയാണ്. അങ്ങനെ നമുക്ക് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പെട്ടെന്നുണ്ടായ പ്രതികരണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പാഞ്ച്മഹൽ ജില്ലാ കളക്ടർ ഡോക്ടർ ജയന്തി രവി സംഭവ സ്ഥലത്തെത്തുകയും ഇതൊരു അപകടമാണെന്നും ആസൂത്രിതമായി ഒന്നുമില്ല എന്നും ആകാശവാണിയിലൂടെയും ദൂരദർശനിലൂടെയും പ്രഖ്യാപിക്കുന്നതാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രതികരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ന് തന്നെ ആ ഒരു ഫെബ്രുവരി 27 തന്നെ ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി വാജ്പേയി പാർലമെൻറ്റിൽ ഇതൊരു അപകടമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ഉച്ചയ്ക്ക് പാർലമെൻറ്റിലടക്കം ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ ഒരു ഉച്ച 2 മണി ആയതോടുകൂടി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി അവിടെ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ഇതൊരു ആസൂത്രിത തീവ്രവാദ ആക്രമണമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. 2 മണിയോടുകൂടി നരേന്ദ്രമോദി എത്തുന്നു, ആസൂത്രിതമായ ഒരു തീവ്രവാദ ആക്രമണമാണെന്ന് പ്രഖ്യാപിക്കുന്നു. വൈകിട്ട് 7-7:30 സംഭവത്തിന് പിന്നിൽ ISI ആണെന്ന് ആരോപണമുണ്ടാകുന്നു. ഇതോടുകൂടി അതായത് മുസ്ലിങ്ങൾ ആസൂത്രിതമായി കർഷകരെ ചുട്ടുകൊന്നു എന്ന ഒരു പ്രചാരണത്തിലേക്ക് ഈ സംഭവത്തിൻ്റെ ദിശ വഴിമാറുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കി, ആ സംഭവം നടന്ന ഉടനെ ഇതൊരു അപകടമാണ് എന്നുള്ളതാണ് കളക്ടറും പ്രധാനമന്ത്രിയും അടക്കം പറഞ്ഞത്. പക്ഷേ നരേന്ദ്രമോദി സന്ദർശിച്ച് ഇത് ആസൂത്രിതമാണ് എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി മുസ്ലിങ്ങൾ കർഷകരെ ചുട്ടുകൊന്നു എന്ന ഒരു പ്രചാരണം ഉണ്ടാവുകയും, മാത്രവുമല്ല ഈ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ പല ആളുകളെയും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളെയും കൊണ്ട് അഹമ്മദാബാദിലേക്ക് VHP പ്രവർത്തകർ അവർ യാത്ര നടത്തുകയും വഴിയിലുടനീളം ഇത് പ്രദർശിപ്പിച്ചതിന് ശേഷം ഇതിന് നമ്മൾ പ്രതികാരം ചെയ്യണം എന്ന ഒരു ആഹ്വാനം നടത്തുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ സംഭവം നടന്ന സിഗ്നൽ വാലിയയിൽ മാത്രമല്ല ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രൂപത്തിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെടുകയും മുസ്ലിം വീടുകളെയും കടകളെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഏകദേശം ഔദ്യോഗിക കണക്കുകൾ വെച്ച് 1000-ന്റെ താഴെയും എന്നാൽ അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ വെച്ച് ഏകദേശം 2000-ഓളം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ 2000-ഓളം മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന വലിയൊരു വർഗീയ കലാപത്തിലേക്ക് ഇത് വഴിമാറുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം നടന്നത്. ഇതാണ് ഇനി ഇതിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ട്രെയിൻ കത്തിയതാണോ അതല്ല കത്തിച്ചതാണോ? കത്തിച്ചതാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു കലാപം നടക്കുന്നത്. കത്തിയതാണോ കത്തിച്ചതാണോ? ഇതിൻ്റെ തെളിവുകളിലേക്കാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അന്വേഷണങ്ങളും അതുപോലെ തന്നെ കമ്മീഷനുകളും എല്ലാം ഉണ്ട്. ഈ കമ്മീഷനുകൾ എന്താണ് പറഞ്ഞത്, അതുപോലെ തന്നെ എന്താണ് അന്വേഷണങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, അതിലുള്ള വാദങ്ങൾ എന്താണ്, പ്രതിവാദങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവം അന്വേഷിക്കാൻ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഗുജറാത്ത് നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് നാനാവതി മെഹ്ത കമ്മീഷനാണ്. ആദ്യം ജസ്റ്റിസ് ഷാ ആയിരുന്നു. പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും മെഹ്ത അത് ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ നാനാവതി മെഹ്ത കമ്മീഷനാണ് GT നാനാവതിയും ജസ്റ്റിസ് GT നാനാവതിയും അതുപോലെ തന്നെ ജസ്റ്റിസ് അക്ഷയ് കുമാർ മെഹ്തയുമാണ് ഈ കമ്മീഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഈ 2 ആളുകളാണ് ഇത് അന്വേഷിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ കമ്മീഷൻ്റെ കണ്ടെത്തലുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ 2 ആളുകൾ ആരായിരുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ ആൾ നാനാവതിയാണ്. നാനാവതി ആരാണ് എന്നുള്ളത് നമുക്ക് തെഹൽക്ക നടത്തിയിട്ടുള്ള ഒരു സ്റ്റിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആശിഷ് ഖേദൻ നടത്തിയിട്ടുള്ള തെഹൽക്ക ഒളിക്യാമറ സ്റ്റിംഗ് ഓപ്പറേഷനിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനടക്കം പറയുന്ന ഒരു കാര്യം, നാനാവതി നമ്മുടെ ആളാണ്, അദ്ദേഹം പണത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഹിന്ദു നേതാക്കൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് അരവിന്ദ് പാണ്ഡ്യ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെളിവുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാനാവതി ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗം നമുക്ക് കാണാം. कमीशन की रिपोर्ट हम लोग के खिलाफ जा सकती है? नहीं, वो पुलिस के खिलाफ थोड़ी जाएगी। और ऐसा है कि जो सिलेक्शन हुआ है जजेस का, वो कांग्रेस के जजेस है। हाँ, नानावती। अच्छा, बस वही प्रॉब्लम है। और अपने जो लीडर्स है वो जल्दबाजी में उस टाइम कंट्रोवर्सी चला है ना मुसलमानों में, उन्होंने ऐसे ही किया है कि सिख राइट्स में नानावती बैठे हैं
तो अपने कांग्रेस वाले जज को रख ले तो फिर कंट्रोवर्सी नहीं रहेगी। तो नानावती बिल्कुल खिलाफ है हम लोग के। नानावती होशियार है, उनको पैसे चाहिए। हाँ ये जो जजेस रखे उसमें केजी सा इंटेलिजेंट है, हाँ वो अपनी वाला है। ये नानावती इस आपका मनी बोलना बेटा शुद्ध है, he wants to make money. ഇന്റർണൽ മേറ്റർ बताओ कि അപ്പോൾ അദ്ദേഹം നമ്മുടെ ആളാണ്, പണത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഹിന്ദു നേതാക്കൾ ഒരു നിലക്കും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെ ഇത്രയും കോൺഫിഡൻസോട് കൂടി അരവിന്ദ് പാണ്ഡ്യക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ഒന്നാമത്തെ വ്യക്തി നാനാവതി. രണ്ടാമത്തത് അക്ഷയ് കുമാർ മെഹ്ത. ഇദ്ദേഹം ആരാണ് എന്നുള്ളത് നമുക്ക് ഇതേ സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിന് ശേഷം നടന്ന കലാപത്തിൽ ഏറ്റവും ക്രൂരമായ അതിക്രൂരമായ ഒരു രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നരോദ പാട്യ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖങ്ങളിലൊന്നാണത്. അതിൽ ഈ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ, അതിൽ അവിടെ മുസ്ലിങ്ങളെ കത്തിച്ചു കൊല്ലുമ്പോൾ എനിക്കൊരു വലിയൊരു സന്തോഷം അനുഭവപ്പെട്ടു. എൻ്റെ രാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിനു വേണ്ടി ഞാൻ വലിയൊരു കാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി എന്നൊക്കെ പറയുന്ന അത്തരത്തിൽ വളരെ കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രതിയായിട്ടുള്ള ബാബു ബജ്രംഗി. ഈ ബാബു ബജ്രംഗിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷനിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ രണ്ടാമത്തെ വ്യക്തി അതായത് അക്ഷയ് കുമാർ മെഹ്ത എന്ന് പറയുന്ന വ്യക്തി അയാൾ ആരാണ്, അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങൾ, അതിൻ്റെ ട്രാൻസ്ലേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. നരേന്ദ്രഭായ് എന്ന് വെച്ചാൽ അന്നത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. അങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതിന് ശേഷം ആ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജിമാരെയെല്ലാം നരേന്ദ്രഭായ് എന്ത് ചെയ്തു, മാറ്റിക്കൊണ്ടിരുന്നു. അവസാനം വന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് ആര്, ഈ അക്ഷയ് കുമാർ മെഹ്ത എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എന്നെ ഫയലുകൾ നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് വിട്ടു എന്ന് പറയുന്ന ആ ഭാഗം ഇതാണ് ബാബു ബജ്രംഗി നരോദ പാട്യ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയും ഹീനമായ ക്രൂരകൃത്യം ചെയ്ത, അതിൻ്റെ പേരിൽ വർഷങ്ങളോളം ജയിലിലായിരുന്ന, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആളാണ് ബാബു ബജ്രംഗി. അദ്ദേഹം പറയുന്ന ഭാഗം നമുക്ക് हमको तो जेल से नरेंद्र भाई ने छुड़वाया, उन्होंने जज बदले और जज बदल के फिर नरेंद्र भाई ने सेटिंग की और नरेंद्र भाई ने हमको छुड़वाया, तो हम नहीं छूट सकते थे। पहला जज आया था धोड़किया जी था, उन्होंने बोला कि बाबू भाई बदलेंगे तो फांसी होनी चाहिए 4-5 बार, एक बार नहीं, और फाइल फेंक दी सब। फिर दूसरा आया तो दूसरा ने हमारा को यही बताया कि नहीं इनको फांसी होनी चाहिए। फिर तीसरा ने 1.5-4.5 महीना हो गए, फिर नरेंद्र भाई ने हमारे को संदेशा भेजा कि ठहर जाओ मैं अभी सेटिंग करता हूँ, अभी टाइम निकल गया है। फिर उन्होंने अक्षय मेहता करके जज को भेजा, जज ने फाइल नहीं देखी, कुछ नहीं, बोले जाने ग्रांटेड, और सब जेल खाली कर दी वहाँ, बाहर आ गए हम लोग। तो वो ये काम हम तो भगवान इसके लिए मानते कि इनके काम के लिए आज हमको बोले, हिंदुत्व के लिए हम मरने तैयार है। അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രഭായ് എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിച്ചു. അദ്ദേഹം അതിനു വേണ്ടി ചെയ്തെന്താ വെച്ചാൽ ജഡ്ജിമാരെ മാറ്റിക്കൊണ്ടേയിരുന്നു. എൻ്റെ റിലീസ് അത് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം ആദ്യം ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ആ ജഡ്ജ് പറഞ്ഞത് ബാബു ബജ്രംഗി തൂക്കിക്കൊല ചെയ്യപ്പെടണം, ഒരു പ്രാവശ്യമല്ല 4-5 പ്രാവശ്യം എന്ത് ചെയ്യണം, തൂക്കിക്കൊല്ലേണ്ടുന്ന അത്രയും വലിയ ക്രൂരതയാണ് ചെയ്തത് എന്നാണ് ഒന്നാമത്തെ ജഡ്ജി പറഞ്ഞത്. അദ്ദേഹത്തെ മാറ്റി. രണ്ടാമത്തെ ഒരു ജഡ്ജി വന്നു, അയാളും തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞു, അയാളെയും മാറ്റി. മൂന്നാമത്തെ ആൾ വന്നു, അയാളെയും മാറ്റി. അങ്ങനെ നാലാമത് നരേന്ദ്രഭായ്, അതായത് നമ്മുടെ നരേന്ദ്രമോദി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ജഡ്ജിയാണ് അക്ഷയ് കുമാർ മെഹ്ത എന്ന് പറയുന്നത്. അതിനിടയിൽ നരേന്ദ്രഭായ് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു, എനിക്കൊരു സന്ദേശം എത്തിച്ചു, എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു. ആ ഒരു സമയം ആകുമ്പോഴേക്ക് ഏകദേശം 4 ജഡ്ജിമാരെ മാറ്റുമ്പോഴേക്ക് ഏകദേശം 4.5 മാസത്തോളം ആ സമയം കൊണ്ട് തന്നെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ അക്ഷയ് കുമാർ മെഹ്ത എന്ന് പറയുന്ന ജഡ്ജി വന്നതിന് ശേഷം ഹി നെവർ ഈവൻ ലുക്ഡ് അറ്റ് ദ ഫയൽ ഓർ എനിത്തിങ്, ഒരു ഫയലോ ഒരു കാര്യമോ തെളിവുകളോ ഒന്നും നോക്കാതെ തന്നെ നേരെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും പുറത്തിറങ്ങി, നമ്മളെല്ലാവരും സ്വതന്ത്രരായി. ഞാൻ വിശ്വസിക്കുന്നത് ഇത് ദൈവത്തിനു വേണ്ടിയാണ്, അതുപോലെ തന്നെ ഞങ്ങൾ ഹിന്ദുത്വത്തിനു വേണ്ടി മരിക്കാനടക്കം റെഡിയായിരുന്നല്ലോ എന്നാണ് ബാബു ബജ്രംഗി എന്ന് പറയുന്ന ഈ വലിയ
കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ വ്യക്തി പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നാനാവതി മെഹ്ത കമ്മീഷനിലുള്ള 2 പേരെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്നാമത്തെ ആൾ നാനാവതി, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, അത് നമ്മുടെ ആളാണ്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ആ പണത്തിന് വേണ്ടി ചെയ്യുന്ന ആളാണ്. രണ്ടാമത്തെ ആൾ അക്ഷയ് കുമാർ മെഹ്ത, ഈ നിലക്ക് ഒരു ഫയൽ പോലും നോക്കാതെ ഇത്രയും വലിയൊരു കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ വ്യക്തിക്ക് ഫയൽ പോലും നോക്കാതെ ജാമ്യം അനുവദിച്ച വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 വ്യക്തികൾ കൂടി ചേർന്നെടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് നാനാവതി മെഹ്ത കമ്മീഷൻ എന്നുള്ളത്. അതിൻ്റെ ഫൈൻഡിങ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇത് മാത്രമല്ല, നാനാവതി മെഹ്ത കമ്മീഷൻ മാത്രമല്ല, മറ്റൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടി ഉണ്ടായിരുന്നു. ACP നോയൽ പാമറുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നരേന്ദ്രമോദി അന്വേഷണം ഏൽപ്പിക്കുന്നത്. ഈ നോയൽ പാമറിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹം ഒരു തികഞ്ഞ ഹിന്ദുത്വവാദിയായിട്ടുള്ള നോയൽ പാമറിൻ്റെ നേതൃത്വത്തിലാണ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനും നടക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന് SIT, രണ്ടാമത്തത് നാനാവതി മെഹ്ത കമ്മീഷൻ. ഈ 2 കാര്യങ്ങൾ, ഇത് ആരാണ് ഹെഡ് ചെയ്യുന്നത്, ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ SITയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ഈ സംഭവം എങ്ങനെ നടന്നു എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസിലേക്ക് നമ്മൾ പോവുകയാണ്, അതിൻ്റെ തെളിവുകളിലേക്ക് നമ്മൾ പോവുകയാണ്. എങ്ങനെയാണ്, കത്തിയതാണോ കത്തിച്ചതാണോ? SITയുടെ കണ്ടെത്തൽ, ഈ പറഞ്ഞ നോയൽ പാമർ എന്ന് പറയുന്ന തികഞ്ഞ ഹിന്ദുത്വവാദിയായിട്ടുള്ള പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ഗോദ്ര ദുരന്തം ഒരു ആസൂത്രിതമായിരുന്നു. സിഗ്നൽ വാലിയിലെ 2000-ഓളം മുസ്ലിങ്ങൾ S6 ബോഗി വളയുകയും മണ്ണെണ്ണയിൽ മുക്കിയ തുണിപ്പന്തങ്ങളും മണ്ണെണ്ണ നിറച്ച കുപ്പികളും അകത്തേക്ക് വലിച്ചെറിഞ്ഞ് കോച്ചിന് തീ വെക്കുകയുമായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ അവരുടെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണ്ണെണ്ണ ഒഴിച്ച്, അല്ലെങ്കിൽ മണ്ണെണ്ണ മുക്കിയിട്ടുള്ള തുണിപ്പന്തങ്ങളും കുപ്പികളും എല്ലാം വലിച്ചെറിഞ്ഞ് 2000-ഓളം ആളുകൾ അവിടേക്ക് വരികയും അതിന് തീ വെക്കുകയും ചെയ്യുകയായിരുന്നു. അതിന് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ 9 VHP പ്രവർത്തകരെ സാക്ഷികളായി ചേർക്കുകയും ചെയ്തു. VHP പ്രവർത്തകരായിട്ടുള്ള 9 ആളുകൾ സാക്ഷി പറഞ്ഞു. ഓരോരുത്തരും 4 വീതം മുസ്ലിങ്ങളുടെ പേരും പറഞ്ഞു. 9 ആളുകൾ 4 വീതം മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞു. അങ്ങനെ 36 ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് SITയുടെ കണ്ടെത്തൽ. മണ്ണെണ്ണ നിറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലുകളിലേക്ക് കൂടുതലായിട്ട് പറയുന്നില്ല. ഈ 9 ആളുകളെ കുറിച്ചും നമുക്ക് റിപ്പോർട്ടുകൾ പിന്നീട് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സ്വതന്ത്രമായ അന്വേഷണങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ 9 ആളുകളും നേരിട്ട് ഇത്തരത്തിലുള്ള തീ വെച്ചു എന്ന് കണ്ടു എന്ന് പറഞ്ഞ VHP പ്രവർത്തകരായ 9 സാക്ഷികൾ. ഈ 9 സാക്ഷികളും അതിൽ മിക്കവാറും ആളുകളും അന്ന് ആ സ്ഥലത്തു തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ രേഖകളടക്കം. ചില ആളുകൾ അവരുടെ വീട്ടിലായിരുന്നു, ചില ആളുകൾ വളരെ ദൂരത്തായിരുന്നു, ചില ആളുകൾ സ്കൂളുകളിലായിരുന്നു. അങ്ങനെ പല ആളുകളും അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറി മേക്കപ്പ് ചെയ്യുന്ന രൂപമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ 9 VHP പ്രവർത്തകർ സാക്ഷി പറഞ്ഞുകൊണ്ട് 36 മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ മെറിറ്റിലേക്ക് തന്നെ വരാം. മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിച്ചു. ഇതാണ് ആദ്യത്തെ ആ ഒരു കഥ. നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ കഥയെന്ന് പറയുന്നത് മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിച്ചു എന്നാണ്. എന്നാൽ പിന്നീട് ഈ എന്തുകൊണ്ട് പെട്രോൾ ആയിക്കൂടാ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. പെട്രോൾ ആയിക്കൂടെ, എന്തുകൊണ്ട് പെട്രോൾ ആണെന്ന് ആദ്യത്തെ റിപ്പോർട്ടുകളിൽ പറഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് 2 പെട്രോൾ പമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് അസ്ഗർ അലി ഖുർബാൻ ഹുസൈൻ, അതായത് കാലാഭായി എന്നറിയപ്പെടുന്ന ആളുടെ പെട്രോൾ പമ്പും, അതുപോലെ തന്നെ MH&A പട്ടേലിൻ്റെ ഒരു പെട്രോൾ പമ്പുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യഘട്ട അന്വേഷണത്തിൽ കാലാഭായിയുടെ പെട്രോൾ പമ്പിലെ ജീവനക്കാർ അവിടെ നിന്ന് ആരും പെട്രോൾ ലൂസായി വാങ്ങിയിട്ടില്ല എന്ന് മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്രോൾ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നില്ല, മണ്ണെണ്ണ എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ആദ്യത്തെ കഥയിലുണ്ടായിരുന്നത് മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിച്ചു എന്നായിരുന്നു. അതിൻ്റെ കാരണം ഇതാണ്, തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ നിന്നും ലൂസായിട്ട് വാങ്ങിയിട്ടില്ല എന്ന് മൊഴി കിട്ടി. പക്ഷേ പിന്നീട് ഈ പറഞ്ഞ ആളുകളെ മൊഴി മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടിൽ മാർച്ച് 20 പുറത്തു വന്നിട്ടുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ അതിൽ അയച്ച 48 സാമ്പിളുകളിൽ 25 സാമ്പിളുകളിലും പുറത്തുനിന്ന് ലഭിച്ച 2 ക്യാനുകളിലും പെട്രോളിൻ്റെ അംശം കണ്ടെത്തിയതായി രേഖപ്പെടുത്തി. പക്ഷേ പമ്പുകളിൽ നിന്നൊരു പെട്രോൾ സാമ്പിളുകൾ ആദ്യം ട്രെയിനിൽ നിന്ന് കിട്ടിയ പെട്രോൾ ഹൈഡ്രോ കാർബണുകളുമായി സാമ്യമില്ല എന്ന് FSL റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ ചില ക്യാനുകളിൽ പെട്രോളിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തി. പക്ഷേ അത് ഈ പറഞ്ഞ പെട്രോൾ പമ്പുകളിലുള്ള ഹൈഡ്രോ കാർബണുകളുമായി ബന്ധമില്ല, അത് ഒരു നിലക്കും അത് സാമ്യതയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇവിടുന്ന് വാങ്ങിയ പെട്രോൾ അല്ല. മാത്രമല്ല, ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഈ ക്യാനുകളിലുള്ള പെട്രോൾ എന്താണ്, ഇത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആ ഒരു സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം കടകൾക്ക് നേരെയും വീടുകൾക്ക് നേരെയും പെട്രോൾ ഒഴിച്ചുകൊണ്ടുള്ള
കർഷകരുടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് കർഷകർ ഉപയോഗിച്ച ക്യാനുകളായിരുന്നു ഇത് എന്നുള്ളതാണ് നമുക്ക് ചില സ്വതന്ത്ര റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ കർഷകർ ഉപയോഗിച്ച ഈ പെട്രോൾ ക്യാനുകളാണ് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്നാണ് ഈ രൂപത്തിലുള്ള പെട്രോളിൻ്റെ അംശം കണ്ടെത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ കാലാഭായിയുടെ പെട്രോൾ പമ്പിലുള്ള ഹൈഡ്രോ കാർബണുകളുമായി ഇതിന് സാമ്യതയില്ല. ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള തെളിവുകൾ ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നുള്ള ഒരു കഥക്ക് യോജിക്കാത്തത് കൊണ്ടാണ് ആദ്യമുണ്ടായിരുന്ന കഥകളിൽ SITയുടെ റിപ്പോർട്ടുകളിൽ മണ്ണെണ്ണ തന്നെയാണ് എന്ന് പറയാൻ കാരണം. പെട്രോളല്ല, മണ്ണെണ്ണ ഒഴിച്ചാണ് കത്തിച്ചത് എന്നുള്ളത്. പക്ഷേ ഈ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്നുള്ളതിന് തെളിവുകൾ വേണം. ഫോറൻസിക് റിപ്പോർട്ടിൽ മണ്ണെണ്ണയുടെ സാന്നിധ്യം വേണം, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്നുള്ളതിന് തെളിവ് വേണം. പക്ഷേ അതിന് തെളിവ് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എന്നാൽ നേരത്തെ ഹിന്ദുത്വവാദികൾ ഉപയോഗിച്ചതാണെങ്കിലും കർഷകർ ഉപയോഗിച്ചതാണെങ്കിലും ചില ക്യാനുകളിൽ പെട്രോളിൻ്റെ അംശം കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ആദ്യം മണ്ണെണ്ണ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പതിയെ ഈ മണ്ണെണ്ണ പെട്രോളായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോയൽ പാമറിൻ്റെ ആ ഒരു കഥ പതിയെ മാറുകയാണ്. അപ്പോൾ പിന്നീട് സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ നോയൽ പാമറിൻ്റെ സ്റ്റോറി തലേ ദിവസം രാത്രി കാലാഭായിയുടെ ഉടമസ്ഥതയിൽ നിന്നുള്ള പെട്രോൾ പമ്പിൽ നിന്നും 20 ലിറ്റർ വീതമുള്ള 7 ക്യാനുകൾ, അതായത് 140 ലിറ്റർ പെട്രോൾ വാങ്ങി സൂക്ഷിച്ചു എന്നുള്ള പുതിയൊരു കഥയുണ്ടാവുകയാണ്. പിറ്റേന്ന് 3 ആളുകൾ ട്രെയിനിൽ കടക്കുകയും ചെയിൻ വലിക്കുകയും ചെയ്തു. ശേഷം ക്യാനിൽ നിന്നും പെട്രോൾ ട്രെയിനിലേക്ക് ഒഴിക്കുകയും അവിടെ തീ കൊളുത്തുകയും ചെയ്തു. ഇതാണ് പുതിയ കഥ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മണ്ണെണ്ണ എന്ന് പറയുന്ന ആ ഒരു കഥ മാറി പെട്രോൾ എന്ന് പറയുന്ന കഥയായി മാറുകയാണ്. ഈ നോയൽ പാമറിൻ്റെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ചില മുസ്ലിംകൾ, അവിടെയുള്ള ചില മുസ്ലിങ്ങളുടെ മൊഴികൾ വെച്ചിട്ടാണ് ഈ നോയൽ പാമറിൻ്റെ ഈ പുതിയ കഥ, മണ്ണെണ്ണ സ്റ്റോറിക്ക് തെളിവില്ലാത്തപ്പോൾ പെട്രോൾ സ്റ്റോറിക്ക് തെളിവുകളായിട്ട് അവിടെയുള്ള ചില മുസ്ലിങ്ങളുടെ മൊഴികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവർ തന്നെ പിന്നീട് വളരെ ക്രൂരമായ പീഡനങ്ങൾ കൊണ്ട് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ച കഥയാണിത് എന്ന് പിന്നീട് അവർ പറയുകയും ചെയ്തു. ഇങ്ങനെ നോയൽ പാമർ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മളിവിടുന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ പറയുകയാണെങ്കിൽ ഇവിടെയുള്ള TP സെൻകുമാർ ഒക്കെ ഒരു അന്വേഷണം നടത്തി അങ്ങനെ ഉണ്ടാവും അല്ലേ. അതുപോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു നോയൽ പാമർ. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇവിടെ. ഇനി നമുക്ക് ഇതിൻ്റെ മെറിറ്റുകളിലേക്ക് കിടക്കാം. ഈ നോയൽ പാമറിൻ്റെ ഇതേ സ്റ്റോറി തന്നെയാണ് നമുക്ക് നാനാവതി മെഹ്ത്ത കമ്മീഷൻ റിപ്പോർട്ടിലും കാണാൻ സാധിക്കും. പെട്രോൾ കഥ തന്നെയാണ് അവിടെയും. സ്റ്റാൻഡിങ് നിയർ ദ ലാട്രിൻസ് സം പേഴ്സൺ ഹു ഹാഡ് എൻറ്റർ ദ കോച്ച് വിച്ച് കാർബോയ്സ് കണ്ടെയ്നിങ് പെട്രോൾ ഹാസ് ത്രോൺ ദം ഇൻസൈഡ് ദ കോച്ച്. അത് പുറത്തുനിന്ന് വലിച്ചെറിയുകയായിരുന്നു എന്നൊക്കെ രൂപത്തിലുള്ള പെട്രോൾ കഥ തന്നെയാണ് നമുക്ക് നാനാവതി മെഹ്ത്ത കമ്മീഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് അന്വേഷണ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മറ്റ് റിപ്പോർട്ടുകളും നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടും കൺസേൺഡ് സിറ്റിസൺസ് ട്രൈബ്യൂണലിൻ്റെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർ ഈ ഒരു സംഭവ സ്ഥലം സന്ദർശിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് ഇതിനോട് നമുക്ക് കൂട്ടി വായിക്കാനുള്ളത്. ഇവിടെ നമുക്ക് ഒരു നറേറ്റീവ് നമ്മൾ മനസ്സിലാക്കി. ആദ്യം മണ്ണെണ്ണയാണെന്നും പിന്നെ പെട്രോൾ ആണെന്നും പറഞ്ഞിട്ടുള്ള പുറത്തു നിന്ന് ആളുകൾ സംഘടിച്ചെത്തി ആസൂത്രിതമായി കത്തിച്ചതാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ അവർ പറയുന്ന കഥ നമ്മൾ മനസ്സിലാക്കി. ഇനി മറുഭാഗത്ത് കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, അവർ ആ സംഭവ സ്ഥലം സന്ദർശിച്ചു. അവിടെ സിഗ്നൽ വാലിയിൽ ട്രെയിൻ തറയിൽ നിന്നും ഏകദേശം 12 മുതൽ 15 അടിയോളം ഉയരത്തിലാണ്. ആ ട്രാക്ക് തന്നെ 12 മുതൽ 15ഓളം അടി ഉയരത്തിലാണ്. അവിടെ ഒരു ചെരിവാണ്. ആ രൂപത്തിൽ അത്രയും ഉയരത്തിലാണ് ട്രാക്ക് തന്നെ. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ട്രാക്കിൽ നിന്നും ഏകദേശം 7 അടിയോളം ഉയരത്തിലാണ് ജനാല ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ഉയരത്തിലേക്ക് പുറത്തു നിന്ന് ഒരാൾക്ക് തീപ്പന്തം എറിയുക അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. മാത്രമല്ല അങ്ങനെ എറിയാൻ ശ്രമിച്ചാൽ തന്നെ ഏകദേശം ഒരു 10 മുതൽ 15% ദ്രാവകം മാത്രമേ എങ്ങനെയെങ്കിലും അകത്തേക്ക് കടക്കുകയാണെങ്കിൽ തന്നെ, നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി എല്ലാ നിലക്കും ഷട്ടറുകളും ഡോറുകളും എല്ലാം അടച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് കടക്കുകയാണെങ്കിൽ തന്നെ, ഇത് തുറന്നിട്ട് കിടക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 10 മുതൽ 15% ദ്രാവകം മാത്രമേ, പെട്രോൾ മാത്രമേ അകത്തേക്ക് കടക്കുക തന്നെ ഉള്ളൂ. അവിടെയുള്ള സ്ഥലം തന്നെ ആ രൂപത്തിലാണ്. ഒരു ചെരിവുള്ള ഏകദേശം താഴ്ചയുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് ഒരു 2000ഓളം ആളുകൾ അവിടെ എത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. മാത്രമല്ല അതിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, പുറത്തു നിന്നായിരുന്നെങ്കിൽ ഇന്ധനം ജനാലയിൽ തട്ടി താഴേക്ക് വീഴുകയും ട്രെയിനിന് പുറത്ത് തീപിടിക്കുകയും ചെയ്യുമായിരുന്നു. വളരെ കോമൺ സെൻസാണിത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും അകത്തേക്ക് പെട്രോൾ എത്തിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യം. മാത്രമല്ല അത്രയും താഴെ നിന്ന് നമ്മൾ പെട്രോൾ എറിയുകയാണ്.
അങ്ങനെയാണെങ്കിൽ മിനിമം ഇതൊക്കെ ശരിയാണെന്ന് നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെ അസ്യൂം ചെയ്താൽ പോലും പുറത്ത് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുറത്ത് തീ പിടിക്കും അല്ലേ, ട്രെയിനിൻ്റെ പുറത്ത് തീ പിടിക്കും. പക്ഷേ നമ്മൾ ഈ സംഭവത്തിൻ്റെ ഫോട്ടോകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും ട്രെയിനിൻ്റെ അകത്ത് നിന്നാണ് കത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നു മാത്രമല്ല ജനാലയ്ക്ക് താഴെ തീരെ നമുക്കെന്ത് ചെയ്യില്ല, കത്തുന്നത് കാണാൻ സാധിക്കില്ല. ജനാലയുടെ മുകളിൽ സ്വാഭാവികമായിട്ട് തീ പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാലയുടെ മുകളിലാണ് തീയും പുകയും അതുപോലെ തന്നെ അതിൻ്റെ കരിപിടിച്ച പാടുകളുമെല്ലാം. നമുക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ, ഏത് ഗോദ്ര സംഭവത്തിൻ്റെ ഫോട്ടോകൾ എടുത്ത് നോക്കിയാലും ഉള്ളിൽ നിന്നും പുറത്തേക്ക് കത്തുന്നതായിട്ടും പുറത്ത് തീരെ പ്രത്യേകിച്ചും ജനാലയുടെ താഴെ തീരെ ഇത്തരത്തിൽ കത്താത്തതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഉള്ളിൽ നിന്ന് തീ പിടിച്ചതാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണെന്നുള്ളതാണ്. അതുമാത്രമല്ല പുറത്തു നിന്ന് ഈ നിലക്ക് ഇത്രയും പ്രയാസകരമായി പുറത്തുനിന്ന് പെട്രോൾ ഒഴിച്ചാൽ തന്നെ ട്രാക്കിന് തീ പിടിക്കുകയും സമീപമുള്ള പുൽവർഗ്ഗങ്ങൾ കത്തുകയും ചെയ്യും. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ജനാലയുടെ താഴെ പിന്നെ കത്തിയതിൻ്റെ പാടുകളെങ്കിലും ഉണ്ടാകുമായിരുന്നു, അതും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല അവിടെ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിക്കും. ട്രെയിനിൻ്റെ തൊട്ടടുത്ത് നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതായിട്ടും വെള്ളം ഒഴിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇത്രയും പെട്രോൾ പുറത്തുനിന്ന് കത്തുന്ന ഒരു രൂപം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും അടുത്ത് നിന്ന് ആളുകളെ രക്ഷിക്കാൻ സാധ്യമാവുമായിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഒരിക്കലും പുറത്തു നിന്നല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പിന്നെ കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണൽ എത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഷട്ടറുകളും വാതിലുകളും അടച്ചതിനാൽ പുറത്തു നിന്ന് ആർക്കും അകത്തേക്ക് കടക്കാൻ സാധ്യമല്ല എന്നുള്ളതൊരു. ഇനി അതിൻ്റെ 2 ബോഗികളെ കണക്റ്റ് ചെയ്യുന്ന ആ ഭാഗം പിന്നെ അതുവഴിയാണ് എൻ്റർ ചെയ്തതെന്നുണ്ടെങ്കിലും അതിനുമുള്ള തെളിവുകൾ കാണാൻ സാധ്യമല്ല എന്നുള്ളത്. മാത്രമല്ല കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തീ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ദസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഫയർ കെയിം ഫ്രം ഇൻസൈഡ്. തീ വന്നിട്ടുള്ളത് ഉള്ളിൽ നിന്ന് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണൽ പറയുന്നത്. S6 മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് അവർ പറയുന്ന മറ്റൊരു കാര്യം, S6 അരിയും ഗോതമ്പും ഉപയോഗിച്ചതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പ്രത്യേകിച്ചും അത് ഒരു സാധാരണയായിട്ടുള്ളൊരു സംഭവമാണ്. ട്രെയിനിന് ഉള്ളിൽ വെച്ച് പാകം ചെയ്യുക, മണ്ണെണ്ണ സ്റ്റൗ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാകം ചെയ്യുക എന്നുള്ളത് നമുക്ക് പൊതുവെ സംഭവിക്കുന്നൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ പാകം ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവുകളായി അരിയും ഗോതമ്പും എല്ലാം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ കൺസേൺസ് സിറ്റിസൺസ് ട്രൈബ്യൂണലിൻ്റെ ഭാഗമായിട്ട് അവരുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരവിടെ എത്തുമ്പോഴേക്ക് ഈ മണ്ണെണ്ണ സ്റ്റൗ പോലെയുള്ള കാര്യങ്ങളെല്ലാം ആ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് നീക്കം ചെയ്തതായിട്ടും അല്ലെങ്കിൽ അത് അവിടുന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റാത്തതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരിയും ഗോതമ്പും ഒക്കെ ഉപയോഗിച്ചതായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിലും മണ്ണെണ്ണ സ്റ്റൗ നേരിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം അവിടെ നരേന്ദ്രമോദി അടക്കം VHP പ്രവർത്തകരും അതിൻ്റെ നേതാക്കന്മാരുമെല്ലാം ഈ ട്രെയിനിലേക്ക് അന്ന് തന്നെ കയറി ഇറങ്ങുകയും അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആ നിലക്ക് ഒരു സ്റ്റൗ നേരിട്ട് കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണലിൻ്റെ ആളുകൾക്ക് ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഈ 60 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ചു. അത് ഈ പറഞ്ഞ 2 ബോഗികളെ കണക്ട് ചെയ്യുന്നത് ആ ഭാഗം കീറി അകത്തേക്ക് കടന്നു എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ 60 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ 140 ലിറ്റർ പെട്രോൾ അത് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് എവിടെയാണ്? അത് ഉപയോഗിച്ചതിൻ്റെ പിന്നെ ക്യാനുകൾ എവിടെയാണ്? മാത്രമല്ല ഈ കാലാഭായിയുടെ പെട്രോൾ പമ്പിൽ നിന്നുമാണ് ഇത് വാങ്ങിയത് എങ്കിൽ ആ ഹൈഡ്രോ കാർബണുകളുമായി മാച്ച് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു തെളിവും ഇല്ല എന്നുള്ളതാണ് കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണലിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടുകൾ ഇത്രയും നമ്മൾ പരിശോധിച്ചു. ഇത് മാത്രമല്ല ഇതിനുശേഷം പിന്നീട് മറ്റൊരു കമ്മീഷനെ നമ്മൾ കാണുന്നത് 2004 UPA സർക്കാർ അധികാരത്തിൽ വരികയാണ്. റെയിൽവേ മന്ത്രിയായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് മുൻ സുപ്രീം കോടതി ജഡ്ജായിരുന്ന ഉമേഷ് ചന്ദ്ര ബാനർജിയുടെ UC ബാനർജിയുടെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മീഷനെ ബാനർജി കമ്മീഷനെ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിക്കുകയാണ്. അങ്ങനെ ബാനർജി കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തും. ഈ ബാനർജി കമ്മീഷൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച് നോക്കിയാൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഫൈൻഡിങ്ങുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തത് തീ പിടിച്ച മറ്റ് തീവണ്ടികളുടെ ഉള്ളിൽ നിന്ന് കത്തിയതിൻ്റെയും പടർന്നതിൻ്റെയും പാറ്റേൺ S6 സമാനമാണ്. എന്ന് വെച്ചാൽ മറ്റ് പല തീവണ്ടികൾക്കും ഉള്ളിൽ നിന്ന് തീ പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ തീവണ്ടികളെ പരിശോധിച്ച് നോക്കിയാൽ അതിലുള്ള ചിലതിനും അതുപോലെ തന്നെ ഈ കത്തിയിട്ടുള്ള S6 സബർമതി എക്സ്പ്രസിൻ്റെ S6 കോച്ചിൻ്റെയും ആ കത്തിയതിൻ്റെയും തീ പടർന്നതിൻ്റെയും കത്തി അമർന്നതിൻ്റെയും എല്ലാം പാറ്റേൺ ഏകദേശം സമാനമാണ് എന്നുള്ളൊരു ഒരു കാര്യമാണ്
ബാനർജി കമ്മീഷൻ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. മാത്രമല്ല അവർ പ്രത്യേകം നോട്ട് ചെയ്യുന്നൊരു കാര്യം, ഗോദ്രയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ തീ അണക്കാൻ സഹായിച്ചിരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറഞ്ഞത്, കർഷകരുടെ തിരിച്ചുവരവിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ലെന്നിരിക്കെ നേരത്തെ ഗൂഢാലോചന നടത്തൽ അസാധ്യമാണെന്നാണ്. ഈ കർഷകർ എപ്പോഴാണ് തിരിച്ചു വരുന്നത്, അവരെവിടെയാണുള്ളത്, ഏത് ട്രെയിനിലാണ് വരുന്നത്, എപ്പോഴാണ് അത് ഉണ്ടാവുക, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലെന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ഈ നിലക്ക് ഒരു ആസൂത്രിതമായി നേരത്തെ കാലെ കൂട്ടി ഇത്തരത്തിലൊരു ആക്രമണം നടത്തുക എന്നുള്ളൊരു ചോദ്യം കൂടി ബാനർജി കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല അവർ പറഞ്ഞ മറ്റൊരു കാര്യം, S6 കോച്ചിലുണ്ടായ തീ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തു നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. അകത്തുനിന്നാണ് തീ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ ഏകദേശം വണ്ടിയുടെ മധ്യഭാഗത്ത്, അതായത് ആ ഒരു കോച്ചിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഭക്ഷണം ചൂടാക്കുകയോ ചായ ഉണ്ടാക്കുകയോ ചെയ്യുന്ന പാചക സ്റ്റൗവിൽ നിന്ന് അത് കത്തുന്ന സമയം ആരെങ്കിലും തട്ടിപ്പോയപ്പോൾ ആയിരിക്കാം അത് സംഭവിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ബാനർജി കമ്മീഷൻ എത്തുന്നത്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുക, ഇവിടെ കത്തിയതാണോ കത്തിച്ചതാണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ഇതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്. ഒന്നാമത്, ആ 2 കമ്മീഷനുകൾ, നാനാവതി മെഹ്ത്ത കമ്മീഷൻ്റെ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കി. ആ നാനാവതി ആകട്ടെ, അതുപോലെ തന്നെ അക്ഷയ് കുമാർ മെഹ്ത്ത ആകട്ടെ, ഇവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ നോയൽ പാമറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അവർ ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, എത്രമാത്രം ഒരു മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് പല കാര്യങ്ങളും മുന്നോട്ട് വരുത്തുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല, സ്വതന്ത്രമായി അന്വേഷിച്ചിട്ടുള്ള ജസ്റ്റിസ് ബാനർജി കമ്മീഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇത് കോച്ചിൻ്റെ മധ്യഭാഗത്ത് നിന്ന് സ്റ്റൗ ഉപയോഗിച്ചപ്പോൾ തീ പടർന്നാവാനാണ് കൂടുതൽ സാധ്യത. അതുപോലെ തന്നെ കൺസേൺസ് സിറ്റിസൺസ് ട്രൈബ്യൂണലിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, എ ക്രൈം എഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നുള്ള ആ റിപ്പോർട്ട്, നമുക്ക് അതിൻ്റെ ലിങ്ക് താഴെ അവൈലബിൾ ആക്കാം. അവർ പറയുന്നു, വളരെ കൃത്യമായിട്ട് പറയുന്നു, ഒരിക്കലും പുറത്തു നിന്ന് തീ കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. ആ പ്രദേശത്ത് പ്രത്യേകിച്ചും സിഗ്നൽ ഫാലിയയിൽ അങ്ങനെ പുറത്തു നിന്ന് തീ കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിനുവേണ്ടി ആദ്യം മണ്ണെണ്ണ കഥ ഉണ്ടാക്കി, പിന്നെ പെട്രോൾ കഥയുണ്ടാക്കി. ഇതൊന്നും അവിടെ ഈ തെളിവുകളുമായി യോജിച്ച് പോകുന്നില്ല എന്നുള്ളതും, ഈ കത്തിച്ചതാണ് എന്നുള്ളതിന് ഒരു തെളിവുമില്ല, എന്നാൽ കത്തിപ്പോയതാവാനുള്ള സാധ്യതക്കുള്ള തെളിവുകൾ ഒരുപാട് ഈ റിപ്പോർട്ടുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിട്ടും നമുക്കൊരു പക്ഷേ സംശയം ഉണ്ടാവും, എന്നാലും കോടതി അങ്ങനെയല്ല എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ കോടതി കുറ്റവിമുക്തരാക്കിയല്ലോ എന്നുള്ളത്. കാരണം വളരെ സിമ്പിളാണ്. ബാനർജി കമ്മീഷന് ഗുജറാത്ത് ഹൈക്കോടതി ബാനർജി കമ്മീഷൻ്റെ രൂപീകരണത്തെ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവും അസാധുവായിട്ട് പ്രഖ്യാപിച്ചു. അതായത് ഈ ഗവൺമെൻറ് നറേറ്റീവ്, അതായത് ഗുജറാത്ത് സർക്കാരിൻ്റെ നറേറ്റീവ്, അതിനോട് യോജിച്ചു പോകുന്ന SITയുടെയും നാനാവതി കമ്മീഷൻ്റെയും അല്ലാത്ത മറ്റ് റിപ്പോർട്ടുകളെ അത് നിയമവിരുദ്ധമാണ്, അസാധുവാണ്, അതുപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് തള്ളിക്കളയുക. എന്നിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു നിലക്കും തെളിവുകൾ നോക്കാതെ ആളുകൾക്ക് ജാമ്യം കൊടുക്കുന്ന, അതുപോലെ തന്നെ പണത്തിനു വേണ്ടി നിൽക്കുമെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ റിപ്പോർട്ടുകൾ വെച്ച് ഒരു വിധി പ്രസ്താവിക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ആളുകൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലഭ്യമായിട്ടുള്ള തെളിവുകൾ. ഇത് ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുക്കി ഇതിൻ്റെ ഒരു ചുരുക്ക വേർഷൻ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു തെളിവുകളും കാര്യങ്ങളുമെല്ലാം നമുക്ക് ചർച്ചകളിൽ വരാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ പിന്നെ തീരുമാനമെടുക്കാം, പിന്നെ നിയമപരമായിട്ട് കുറ്റക്കാരനാണ് എന്ന് തെളിയിച്ചാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ അഡോൾഫ് ഹിറ്റ്ലർ തന്നെ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാൽ അഡോൾഫ് ഹിറ്റ്ലർ ഒരു ജൂത കൂട്ടക്കൊല നടത്തി, ഹോളോകോസ്റ്റ് നടത്തി എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഹിറ്റ്ലർ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ എനിക്കങ്ങനെ ഒരു പൊസിഷനൊക്കെ എടുക്കാം. ഹിറ്റ്ലർ ജൂത കൂട്ടക്കൊല നടത്തിയെന്ന് ഹിറ്റ്ലർ നിയമിച്ച, ഹിറ്റ്ലറിൻ്റെ പൈസ പറ്റി എന്തും പറയും എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ, അവർ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ ഹിറ്റ്ലർ കൂട്ടക്കൊല നടത്തി അല്ലെങ്കിൽ ഹോളോകോസ്റ്റ് നടത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന പൊസിഷനും ആളുകൾക്ക് എടുക്കാവുന്നതാണ്. അപ്പുറത്തേക്ക് വസ്തുതാപരമായി തെളിവുകൾ അന്വേഷിച്ച് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊസിഷൻസ് എടുക്കാവുന്നതാണ്. അത് ഏത് പൊസിഷൻ എടുക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഈ കൂട്ടക്കൊലകൾ അതിന് നേതൃത്വം നൽകിയ, അതിന് എല്ലാവിധ പിന്തുണകളും നൽകിയ ആളുകൾ തന്നെ നിശ്ചയിച്ചിട്ടുള്ള അവരുടെ തന്നെ ആളുകളുടെ റിപ്പോർട്ടുകൾ വഴി വന്നാൽ മാത്രമേ ഇത് ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയാം. ആ നിലക്ക് കൂട്ടക്കൊലകളോട് മനസ്സിനെ അതിനോട് യോജിപ്പിച്ച് നിർത്തിയ രൂപത്തിലുള്ള അത്തരം പൊസിഷൻസ് എടുക്കാം. അതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയും നിങ്ങൾക്കെടുക്കാം. അത് നമ്മൾ ഓരോരുത്തരുടെയും തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ, ഇത് ഈ സത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നം
ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും കൺസേൺസ് സിറ്റിസൺസ് ട്രൈബ്യൂണൽ, അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സായിട്ടുള്ള സഞ്ജയ് ഭട്ട്, അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹം ഇന്നും വേട്ടയാടപ്പെടലുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്നും അഴിക്കുള്ളിലാണ്. അതുപോലെ തന്നെ ആർ ബി ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംസാരങ്ങൾ മലയാളത്തിൽ തന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആർ ബി ശ്രീകുമാർ അന്നത്തെ DGP, അതുപോലെ തന്നെ ആശിഷ് ഖേദൻ, അദ്ദേഹത്തിൻ്റെ ആ സ്റ്റിംഗ് ഓപ്പറേഷനാണ് ഒരുപാട് സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ടീസ്റ്റ സെതൽവാദ്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ വളരെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെ എല്ലാ നിലക്കും ഭരണകൂടം അതിനെ കൃത്യമായ രൂപത്തിൽ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും ഇതിൻ്റെ ഏതാനും തെളിവുകളെങ്കിലും പുറത്തു വരാനുള്ള കാരണം. ഇങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള തെളിവുകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. അതിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സൂചിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളും പഠനങ്ങളും അതുപോലെ തന്നെ ഇതിനെ തുടർന്ന് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് വളരെ ദയനീയമായിട്ടുള്ളത്. ഈ സംഭവം എന്ന് പറയുന്ന 50ഓളം ആളുകൾ മരണപ്പെട്ടു. അത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. ഇതിനെ തുടർന്നാണ് 2000ഓളം ആളുകളെ അത് പെട്രോൾ ഒഴിച്ചിട്ടും അല്ലാതെയും ഒക്കെ കത്തിച്ച് കൊന്നിട്ടുള്ള വളരെ ഭയാനകമായിട്ടുള്ള ഗുജറാത്ത് വംശഹത്യ അരങ്ങേറിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂടുതൽ അറിയാനും പഠിക്കുവാനും ഈ പറഞ്ഞ സഞ്ജയ് ഭട്ടിൻ്റെയും അതുപോലെ തന്നെ ആർ ബി ശ്രീകുമാറിൻ്റെയും ഒക്കെ സംസാരങ്ങളും അതുപോലെ തന്നെ അവരുടെ വെളിപ്പെടുത്തലുകളും എല്ലാം നമ്മുടെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും വായിക്കാനും പഠിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും കഴിഞ്ഞുപോയ ദിനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഇത് ഒരിക്കലും കഴിഞ്ഞുപോയ ഒരു സംഭവം ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും പുതുതായി ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല ഈ കാര്യങ്ങളൊന്നും പറയുന്നത്. മറിച്ച് എങ്ങനെയാണ് വളരെ ആസൂത്രിതമായി ഒരു ജനതയെ വംശഹത്യ നടത്താനുള്ള പ്ലോട്ട് തയ്യാറാക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ തെളിവുകളെല്ലാം നമ്മളോട് പറയുന്നത്. വളരെ ആസൂത്രിതമായി ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി എങ്ങനെയാണ് ഒരു വംശഹത്യക്ക് കളമൊരുങ്ങുന്നത്, അത്തരം കാര്യങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.